ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നലെ കണ്ടല്ലോ ഞങ്ങൾ റൂമിലെത്തി മൂന്നാറിൽ. അപ്പോൾ ഹോട്ടലിൻ്റെ പേരാണ് ബെൽമൗണ്ട് റിസോർട്ട്. അപ്പോൾ റൂം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. എന്തായാലും ടോയ്ലറ്റ് ബാത്റൂം അതൊക്കെ നല്ലതാണെന്ന് നോക്കണ്ടേ നമുക്ക്. അപ്പോൾ നമുക്കത് നോക്കാം. മുന്നൂറ്റി റൂമാണ്. ഇതാണ് റൂം. ഇതാണ് ഞങ്ങളുടെ റൂം. ഫസ്റ്റ് കേറി വരുമ്പോഴേ ഇവിടെ രണ്ട് ചെയർ ഉണ്ട്, പിന്നെ അതുപോലെ ഒരു കബോർഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്. പിന്നെ അതുപോലെ തന്നെ ടി വി ഉണ്ട്. ടി വി ഒന്നും ആർക്കും കാണാൻ സമയം ഉണ്ടാവത്തില്ല, എന്നാൽ ടി വി ഉണ്ട്. ഇത് ഞങ്ങളുടെ ലഗേജ്. പിന്നെ നമ്മൾ കണ്ണാടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. ഉണ്ടോ, നല്ലൊരു വ്യൂ ആണ്. തുറക്കുമ്പോഴൊരു പള്ളിയൊക്കെയാണ്, നല്ലൊരു വ്യൂ ആണ്. ഇവിടെ കുറേ പൂവൊക്കെ ആയിരിക്കലാണ്ട്. ഇനി അകത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ബാത്റൂം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നീറ്റാണ്. ചൂടുവെള്ളമൊക്കെ വരും. ഉണ്ടോ, അവർ നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് സോപ്പ്, ഷാമ്പു ഒക്കെ സോപ്പ്, ഷാമ്പു, എന്താ ഇത് സോപ്പ് രണ്ട് പേർക്ക് തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നീറ്റാണ്. റൂമാണ്. ഇതാണ് റൂം. ഇതാണ് ഞങ്ങളുടെ റൂം. ഫസ്റ്റ് കേറി വരുമ്പോഴേ ഇവിടെ രണ്ട് ചെയർ ഉണ്ട്, പിന്നെ അതുപോലെ ഒരു കബോർഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്. പിന്നെ അതുപോലെ തന്നെ ടി വി ഉണ്ട്. ടി വി ഒന്നും ആർക്കും കാണാൻ സമയം ഉണ്ടാവത്തില്ല, എന്നാൽ ടി വി ഉണ്ട്. ഇത് ഞങ്ങളുടെ ലഗേജ്. പിന്നെ നമ്മൾ കണ്ണാടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. ഉണ്ടോ, നല്ലൊരു വ്യൂ ആണ്. തുറക്കുമ്പോഴൊരു പള്ളിയൊക്കെയാണ്, നല്ലൊരു വ്യൂ ആണ്. ഇവിടെ കുറേ പൂവൊക്കെ ആയിരിക്കലാണ്ട്. ഇനി അകത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ബാത്റൂം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നീറ്റാണ്. ചൂടുവെള്ളമൊക്കെ വരും. ഉണ്ടോ, അവർ നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് സോപ്പ്, ഷാമ്പു ഒക്കെ എന്താ ഇത് സോപ്പ് രണ്ട് പേർക്ക് തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നീറ്റാണ്. ഒരു റൂം എടുക്കുമ്പോൾ നമുക്ക് എന്താണ് മെയിനായിട്ട് നോക്കുന്നത്? ബാത്റൂം ഫാമിലി ആയിട്ട് വരുമ്പോൾ മെയിനായിട്ട് നമുക്ക് ബാത്റൂം കറക്റ്റ് നല്ലതാണോ, എല്ലാം നല്ലതാണോ, അതാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഇത് കുഴപ്പമില്ല, നല്ലതാണ്, നല്ല റൂമാണ്. എല്ലാം ഓക്കെയാണ്. ടവൽ വെച്ചിട്ടുണ്ട്, രണ്ടുപേർക്കുള്ള ടവൽ, എക്സോസ്റ്റ്, പിന്നെ ഷാമ്പു ഉണ്ട്, സോപ്പുണ്ട്, എല്ലാം നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്, ഓക്കെയാണ്. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. അപ്പം ഞങ്ങളുടെ റൂം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും മൂന്നാറിൽ വരുമ്പോൾ ഇവിടെ തന്നെ റൂം എടുക്കാൻ ട്രൈ ചെയ്യുക. ചുമ്മാ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൂം എടുക്കുക. അതുപോലെ ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പുറത്ത് ചായ കുടിക്കാനായിട്ട് പോവുക, കുറച്ച് നടക്കുകയും ചെയ്യാമല്ലോ.
അപ്പോൾ നമുക്ക് ഫ്രഷ് ആയതിനു ശേഷം കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി വെറുതെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്ത് റൂം നല്ല തണുപ്പുണ്ട്. റൂം നല്ല അടിപൊളി റൂമാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ വന്നാൽ നിൽക്കാൻ പറ്റിയൊരു റൂമാണ്. സീസൺ വൈസൊക്കെ റേറ്റ് മാറും. ഇതോരോ സമയത്തെ പോലെ ഇരിക്കും. പിന്നെ അതുമല്ല ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ്. 1.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ലഗേജൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടോയിൽ വന്നത്. ഇപ്പം എന്തായാലും ചായ കുടിക്കാൻ ഇറങ്ങാൻ നേരത്തെ അങ്ങോട്ടൊക്കെ നടന്നു നോക്കും ഞങ്ങൾ. നല്ല നല്ല തണുപ്പുള്ളതുകൊണ്ട് നടക്കാനും നല്ല സുഖം. ശ്രീകേഷ് ഭക്തൻ ടി വി വെക്കാനുള്ള തത്രപ്പാടിലാണ്. വന്ന് കയറിയപ്പോഴേ ചോദിച്ചായിരുന്നു ആര് ടി വി കാണുമെന്നൊക്കെ. പക്ഷെ ഇപ്പം ടി വി വെക്കാനുള്ള തത്രപ്പാടിലാണ്. ടി വി വെച്ചിട്ട് ഓണാവുന്നില്ല എന്നൊക്കെ പറയുന്നത്. സമയം പോകാൻ വേണ്ടി തുറവിരുന്ന് മൂന്നാർ വരെ വന്നിരിക്കുവാണ് ടി വി നോക്കാൻ വേണ്ടി. ടി വിയുടെ അടിയിലൊക്കെ നോക്കുന്നുണ്ട്. ആ റിസപ്ഷനെ വിളിച്ചാൽ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ജസ്റ്റ് ഈവനിങ് വാക്കിനായിട്ട് ഇറങ്ങുവാണ്. നല്ല അടിപൊളി തണുപ്പുണ്ട്. അടിപൊളിയാ തണുപ്പ്. നമുക്ക് നടന്നിറങ്ങാമല്ലേ, ലിഫ്റ്റ് വേണ്ട. നല്ല നീറ്റാണ് കേട്ടോ. നല്ല നീറ്റാണ് എല്ലായിടത്തും. ഞങ്ങളിങ്ങനെ ചായ ഒക്കെ കുടിച്ച് തേരാപ്പാറ നടക്കുക. ഇവിടെ ചുമ്മാ മൂന്നാറിൽ തേരാപ്പാറ നടക്കുന്നില്ലേ ഞങ്ങൾ. ഇതാണ് നമ്മുടെ റിസോർട്ട്, ബെൽമൗണ്ട് റിസോർട്ട് എന്ന് പറയും. നല്ലതാണ്, കുഴപ്പമില്ല, ചീപ്പാണ്. ഇങ്ങോട്ട് ചോദിക്കോ. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് പൊട്ടിപ്പോയ ബ്രിഡ്ജ് എന്തോ ആണെന്ന് തോന്നിയിരുന്നു. താഴെ നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട്. കണ്ടോ, വെള്ളം പോകുന്നുണ്ട്. ഏതോ പൊട്ടിപ്പോയ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. എനിക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മൂന്നാറിൻ്റെ മെയിൻ ടൗണ്. ഉണ്ടോ? ഇതാണ് മൂന്നാർ ടൗണ്. ഇതുണ്ടോ, ഇവിടെ കുറേ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും സ്പൈസസും ഒക്കെ കിട്ടും. ഇതുപോലെ കുറേ കടകളുണ്ട് ഇവിടെ. ഇതൊരു പഴയ ബ്രിഡ്ജാണ് മൂന്നാർ ടൗണിൽ. മൂന്നാർ മാർക്കറ്റിലേക്കുള്ള എൻട്രി ആണ്. പഴയ ഒരു ബ്രിഡ്ജാണിത്. ഓൺലി വാക്കിംഗ് പർപ്പസ് ആണ് ഇത്. വണ്ടിയൊന്നും പോകത്തില്ല, അതുകൊണ്ട് സേഫാണ്. ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഫുൾ മാർക്കറ്റാണിത്. നല്ല തിരക്കുണ്ട്. കച്ചവടക്കാരുടെയും വാങ്ങിക്കാനുള്ളവരുടെയും എല്ലാം മൊത്തത്തിൽ നല്ല തിരക്കുണ്ട്. നേരെ ഫുൾ മാർക്കറ്റാണ്. ഇത് കണ്ടോ, ബിസ്ക്കറ്റിന് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റാളാണിത്. ബിസ്ക്കറ്റ്സ്, പല ടൈപ്പിലുള്ള ബിസ്ക്കറ്റ്സ് ആണിത്.
പല ടൈപ്പിലുള്ള ബിസ്ക്കറ്റ്സ്, ചിപ്സ്, ബാഗ്സ്. പിന്നെ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്സ് ഉണ്ട് ഇവിടെ, ഒരുപാടെണ്ണം ഉണ്ട്. വിലക്കുറവ് കിട്ടുന്ന ഡ്രസ്സൊക്കെ ഉണ്ട് ഒരുപാട്. കങ്കനക്ക് തിക്ക് ബൈലെ ചോദിച്ചു തമിഴോ ഒപ്പം വീഡിയോ ചാറ്റ്. ഇത് കണ്ടോ, സ്പൈസസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണിത്. എല്ലാം സ്പൈസസും കിട്ടും, ഹോം മെയ്ഡ് സ്പൈസസ്. ഇത് കണ്ടോ, ഇത് വണ്ടിയിൽ വെച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് വിൽക്കുന്നത്. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് കണ്ടോ, എല്ലാം ഹോം മെയ്ഡ്സും. വീഡിയോ എടുക്കാമോ? നീങ്ങി തെക്കിച്ചു എല്ലാം 100 വെച്ച് ഇത് മാത്രം 120. പ്രീമിയത്തിൻ്റെ ഫ്രൂട്ട്സ്, ഇത് മിക്സഡ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്. ഹോം മെയ്ഡ് ആണെല്ലാം, ഹോം മെയ്ഡ്. അതെ, നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്? ഞാൻ കടി നോർമൽ മിക്സഡ്, ഇത് മിക്സഡ്. പിന്നെ അത് എടുക്കലേ ഇതില് ഞാൻ പുറോ മിക്സ്ഡ് ഇതൊന്ന്. ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ തിരിച്ച് റൂമിലെത്തി. നമ്മളിനി ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോയാൽ എങ്ങനെയുണ്ടെന്ന്. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്. അപ്പം നമുക്ക് എന്താ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് ആദ്യം നമുക്ക് ഈ എല്ലോ ടേസ്റ്റ് ചെയ്യാം അല്ലേ? ഒരു കഷ്ണം കഴിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് പറ. കടിച്ചോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? നല്ലതാണ്, ഫ്ലേവർ മനസ്സിലാക്കില്ല. ഇതാണ് നല്ലതല്ല, നല്ല നോർമൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ്. ഇത് കണ്ടോ, ഇതിൽ ഏതോ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, അത് ബിസ്ക്കറ്റ് പോലെ എന്തോ സംഭവം. ബിസ്ക്കറ്റാ. ഇത് അടിപൊളി. കൊള്ളോ? ഇത് നൈസ്. സ്ട്രോബെറി ഇത് സ്ട്രോബെറി ഫ്ലേവർ. ഇത് കൊള്ളാട്ടോ, അടിപൊളിയാണ്, നല്ലതാ. അത് നോർമൽ വൈറ്റ് ചോക്ലേറ്റ്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇത് നല്ല. ഇത് നോർമൽ ഡാർക്ക് ചോക്ലേറ്റ്. ഇതും കൊള്ളാം അല്ലേ? അധികം മധുരമില്ല. ഇതും നൈസാണ്, പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവും. ഏറ്റവും നല്ലത് ഇതാണ്. പക്ഷെ അടിപൊളിയാണ്. 100 രൂപയ്ക്ക് അടിപൊളി സാധനം ഇത്. 100 രൂപയ്ക്ക് ഇത്രയും ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എവിടെ കിട്ടും? കൊള്ളാം. വാവ്, രാത്രി സമയത്ത് കോറിഡോറിൻ്റെ ലൈറ്റൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ തന്നെ ഈ റിസോർട്ടിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റിലാണ് പോണത്. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് പോകാം. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട്
കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, ചില്ലി ഗോബി ഇത്രയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. നമ്മുടെ ഫുഡ് വന്നു. ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, ചില്ലി ഗോബി, ദാൽ കറി, സോസ്. അപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നില്ല. ദാൽ കറി നല്ലതായിരുന്നു. ഗോബി മഞ്ചൂരിയൻ പോരാ, ദാൽ കറി നല്ലതായിരുന്നു. ഫ്രൈഡ് റൈസും ചപ്പാത്തി വരവ് ചപ്പാത്തിയായിരുന്നു. നല്ലതായിരുന്നു, കുഴപ്പമില്ല, നല്ലതാ. ദാൽ കറി നല്ലായിരുന്നു. സുഖമായിട്ട് കിടന്നു ഉറങ്ങണം ഈ തണുപ്പിൽ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ സൈറ്റ് സീയിങ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ. ഗുഡ് നൈറ്റ്.